ആക്സിസ് ബാങ്ക് സൂപ്പർ മണി റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജനുവരി 1 മുതൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്കത് ബെനിഫിറ്റ് ഉള്ള മാറ്റമാണെന്ന് തോന്നുന്നു. കാരണം മുൻപ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന് 500 രൂപ എന്നുള്ളൊരു ക്യാബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാൻ നേരത്തെ നമുക്കത് ബെനിഫിറ്റ് ഉള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ചേഞ്ച് ആണെന്ന് തോന്നും. പക്ഷേ അതൊരു ഡിവാലുവേഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന്റെ ആ ഒരു ക്യാപ്പിൽ പിന്നെയും ഒരു ഡൗൺ ഗ്രേഡ് ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ ആക്സിസ് ബാങ്ക് സൂപ്പർ മണി റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജനുവരി 1 മുതൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. നിങ്ങൾ തുടർന്ന് ഈ ഒരു കാർഡ് ഉപയോഗിക്കാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി കമന്റ് ചെയ്യുക. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആക്സിസ് ബാങ്കും അതുപോലെ തന്നെ സൂപ്പർ മണി എന്ന പേരിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കാബിക് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് നൽകുന്ന ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്ക് സൂപ്പർ മണി റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്ക് നിലവിൽ ആക്സിസ് ബാങ്കിന്റെ ഏതെങ്കിലും ഒരു വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. പിന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ആണെങ്കിൽ ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്താൽ കിട്ടും. അവർക്ക് മാത്രമാണ് ഒരു എക്സ്ക്ലൂഷൻ ഉള്ളത്. വേറെ ഏതെങ്കിലും വേരിയന്റ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. ഇനി ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഒരു ഫ്യൂവൽ സർചാർജ് വേവർ ആണ്. നമുക്ക് 1% സർചാർജ് വേവർ ആണ് വരുന്നത്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 400 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയാണ്. മാക്സിമം ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് ഇങ്ങനെ 4000 രൂപ വരെ നമുക്ക് സർചാർജിൽ വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടിയാലും സർചാർജിന്റെ GST നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുകയില്ല. അത് നമ്മൾ എന്തായാലും നൽകേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. നമുക്ക് ഈ ഒരു കാർഡിന് ജോയിനിങ് ഫീസ് വരുന്നില്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മണി ആപ്പ് വഴി നമ്മൾ സ്കാൻ ആൻഡ് പേ വഴി UPI പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3% ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള UPI ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ നോൺ UPI ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ക്യാഷ് ബാക്കുമാണ് ഓഫർ ചെയ്യുന്നത്. മുൻപ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന് 500 എന്നുള്ളൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു. പുതിയ മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് താഴെയുള്ള UPI ട്രാൻസാക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. അപ്പോൾ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 100 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ ഒരു ഡിവാലുവേഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് സൂപ്പർ മണി ആപ്പ് വഴി നടത്തുന്ന സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനുകൾക്ക് 3% ക്യാഷ് ബാക്ക് ഓഫർ ചെയ്തിരുന്നു. അതിന് മുൻപ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ 500 രൂപ എന്നുള്ള ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ക്യാപ്പ് റിമൂവ് ആക്കിയിട്ടുണ്ട്. പകരം വന്ന കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമ്മൾ ഈ ഒരു സൂപ്പർ മണി ആപ്പ് വഴി നടത്തുന്ന സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനുകൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കിന്റെ ഒരു മാക്സിമം ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ മണി ആപ്പ് അല്ലാതെ മറ്റു ആപ്പുകൾ വഴി നടത്തുന്ന UPI ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ നോൺ UPI ട്രാൻസാക്ഷനുകൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കിന്റെ ലിമിറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മൾ സൂപ്പർ മണി ആപ്പ് വഴി അല്ലാതെ മറ്റേതെങ്കിലും ആപ്പ് വഴി നടത്തുന്ന UPI ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ നോൺ UPI ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ക്യാഷ് ബാക്കാണ് നേടുവാനായിട്ട് സാധിക്കുന്നത്. ആ 1% ക്യാഷ് ബാക്ക് നമുക്ക് അൺലിമിറ്റഡ് നേടുവാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് ക്യാപ്പ് വരുന്നില്ല. അതേസമയം നമ്മൾ സൂപ്പർ മണി ആപ്പ് വഴി നടത്തുന്ന സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനുകൾക്ക് കിട്ടുന്ന 3% ക്യാഷ് ബാക്കിന് ക്യാപ്പ് ഉണ്ട്. അതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ 1% കാറ്റഗറിയിൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് എത്രയാണോ അതിന് സെയിം ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ സൂപ്പർ മണി ആപ്പ് വഴി അല്ലാതെ മറ്റു ഏതെങ്കിലും ആപ്പ് വഴി നടത്തുന്ന UPI ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നോൺ UPI ട്രാൻസാക്ഷനുകൾക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് നിങ്ങൾ ഏൺ ചെയ്ത ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ നിങ്ങൾ സൂപ്പർ മണി ആപ്പ് വഴി നടത്തുന്ന സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനുകൾക്ക് നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് 100 രൂപയായിരിക്കും. പിന്നെ മറ്റൊരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ മണി ആപ്പ് വഴി അല്ലാതെ മറ്റേതെങ്കിലും ആപ്പ് വഴി നടത്തുന്ന UPI ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ നോൺ UPI ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ക്യാഷ് ബാക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 100 രൂപയ്ക്ക് താഴെയാണ്, ഒരു 90 രൂപയാണെന്ന് കരുതുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ സൂപ്പർ മണി ആപ്പ് വഴി നടത്തുന്ന സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷന് ഒരു ബില്ലിംഗ് സൈക്കിളിൽ കിട്ടുന്ന ആ ഒരു മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 100 രൂപയായിരിക്കും. അതായത് 1% കാറ്റഗറിയിൽ നിങ്ങൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നേടുന്ന ക്യാഷ് ബാക്ക് 100 രൂപയിൽ താഴെയാണെങ്കിൽ 3% കാറ്റഗറിയിൽ നിങ്ങൾക്ക് ആ സെയിം ബില്ലിംഗ് സൈക്കിളിൽ നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് 100 രൂപയായിരിക്കും. ഇനി 1% കാറ്റഗറിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ നിങ്ങൾ നേടുന്ന ക്യാഷ് ബാക്ക് 100 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 3% കാറ്റഗറിയിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന്റെ മാക്സിമം ക്യാപ്പ്
ആ 1% കാറ്റഗറിയിൽ നിങ്ങൾ നേടുന്ന ക്യാഷ് ബാക്ക് എത്രയാണോ ആ ഒരു സെയിം ആയിരിക്കും. ആദ്യത്തെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മണി ആപ്പ് വഴി UPI ട്രാൻസാക്ഷൻ നടത്തി 4000 രൂപയുടെ ട്രാൻസാക്ഷനാണ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ ചെയ്തതെന്ന് കരുതുക. പിന്നെ സൂപ്പർ മണി അല്ലാത്ത മറ്റു ഏതെങ്കിലും ആപ്പ് വഴി UPI പർച്ചേസ് അതുപോലെ നോൺ UPI പർച്ചേസ് ആയിട്ട് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 9000 രൂപ സ്പെൻഡ് ചെയ്തു എന്നും കരുതുക. ആക്ച്വലി നമുക്ക് ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ക്യാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ക്യാപ്പ് ഇല്ലാതെ ക്യാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ മണി ആപ്പിൽ 3% ആണ്. സോ 120 രൂപയാണ് അവിടെ കിട്ടേണ്ടത്. അതേപോലെ സൂപ്പർ മണി ആപ്പ് അല്ലാത്ത മറ്റേതെങ്കിലും ആപ്പ് വഴി നടന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് ആണ്. സോ അവിടെ 90 രൂപയാണ് ആക്ച്വലി ക്യാഷ് ബാക്ക് കിട്ടേണ്ടത്. പക്ഷേ റിയൽ കണ്ടീഷൻ അനുസരിച്ചുള്ള ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സൂപ്പർ മണി ആപ്പ് അല്ലാതെയുള്ള മറ്റ് ആപ്പ് വഴി അല്ലെങ്കിൽ നോൺ UPI ട്രാൻസാക്ഷൻ ആയിട്ട്, അതായത് 1% കാറ്റഗറിയിൽ കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 100 രൂപയിൽ താഴെയാണ്, 90 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ മണി ആപ്പ് വഴി നടത്തുമ്പോൾ കിട്ടുന്ന 3% ക്യാഷ് ബാക്കിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് 100 രൂപയാണ്. സോ ഇവിടെ നമുക്ക് 120 രൂപയാണ് ആക്ച്വലി കിട്ടേണ്ടത്. ക്യാപ്പ് 100 ആയതുകൊണ്ട് തന്നെ 100 രൂപ പ്ലസ് 90 എന്ന രീതിയിൽ 190 രൂപയായിരിക്കും നമുക്ക് ഇവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഇനി മറ്റൊരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ മണി ആപ്പ് വഴി നമ്മൾ ഒരു 11,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി മറ്റു ആപ്പുകൾ വഴി നമ്മൾ ഒരു 3,000 രൂപ സ്പെൻഡ് ചെയ്തു എന്ന് കരുതുക. ആക്ച്വലി കിട്ടേണ്ട ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് സൂപ്പർ മണി ആപ്പിൽ 3%, അതായത് 330 രൂപ ക്യാഷ് ബാക്ക് കിട്ടണം. ഇനിയിപ്പോൾ 1% കാറ്റഗറിയിൽ 300 രൂപയാണ് അവിടെ ക്യാഷ് ബാക്ക് കിട്ടേണ്ടത്. ഇവിടെ 1% കാറ്റഗറിയിൽ കിട്ടിയ ക്യാഷ് ബാക്ക് 100 രൂപയ്ക്ക് മുകളിലുണ്ട്, 300 രൂപയാണ്. അപ്പോൾ 1% കാറ്റഗറിയിൽ കിട്ടിയ ക്യാഷ് ബാക്ക് എത്രയാണോ ആ ഒരു സെയിം തന്നെയായിരിക്കും നമുക്ക് 3% കാറ്റഗറിയിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 330 രൂപ എന്നുള്ളത് 300 രൂപയായിട്ട് മാറും. സോ 300 പ്ലസ് 300 600 രൂപയായിരിക്കും നമുക്ക് ഇവിടെ ക്യാഷ് ബാക്ക് കിട്ടുക. പുതിയ ചേഞ്ച് അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ നിങ്ങൾക്ക് ഒരു 500 രൂപ ക്യാഷ് ബാക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഏകദേശം 33,333 രൂപയ്ക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 3% കാറ്റഗറിയിൽ നിങ്ങൾക്ക് 250 രൂപ ക്യാഷ് ബാക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1% കാറ്റഗറിയിൽ നിങ്ങൾ 250 രൂപ ക്യാഷ് ബാക്ക് നേടണം. അതിനായിട്ട് നിങ്ങൾ 1% കാറ്റഗറിയിൽ 25,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരും. എന്നിട്ട് നിങ്ങൾ 3% കാറ്റഗറിയിൽ, അതായത് ഈ ഒരു സൂപ്പർ മണി ആപ്പ് വഴിയുള്ള സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ നിങ്ങൾ 8,333 രൂപയും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു 3% കാറ്റഗറിയിൽ നിങ്ങൾക്ക് 250 രൂപ ക്യാഷ് ബാക്ക് നേടാം. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് 500 രൂപ ഒരു ബില്ലിംഗ് സൈക്കിളിൽ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. സോ ഇതാണ് ആക്സിസ് ബാങ്കിന്റെ സൂപ്പർ മണി റൂപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജനുവരി 1 മുതൽ വന്ന മാറ്റങ്ങൾ. ഈ ഒരു മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിവാലുവേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മർച്ചന്റ് UPI ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിവി കാർഡ് തന്നെയാണ്. കിവി കാർഡ് ആണെങ്കിൽ നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ 1%. നിങ്ങൾക്കിപ്പോൾ ഒരു 3 ലക്ഷം രൂപ ലിമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 3,000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. അതും സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ നമുക്ക് 1.5% ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ നിയോൺ മെമ്പർഷിപ്പ് എടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷന് 2% ക്യാഷ് ബാക്ക് നേടാം. പിന്നെ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ് ടു 5% വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കിവി കാർഡാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഞാനിപ്പോൾ കഴിഞ്ഞ 15 മാസമായിട്ട് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 50,000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടിയിരുന്നു. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. സോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കിവി കാർഡാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി